വിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഫീൽ. നാം എപ്പോഴും പാരായണം ചെയ്യേണ്ട, ദിവസവും പാരായണം ചെയ്യേണ്ട കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ സൂറത്താണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ നിസ്കാരത്തിലൊക്കെ പിന്നെ മിക്കപ്പോഴും നമ്മൾ ഓതുന്ന ഒരു സൂറത്തും കൂടിയാണല്ലോ. കാരണം നമ്മളെപ്പോഴും അധികവും നമ്മൾ ഓതാറുള്ളത് ചെറിയ സൂറത്തുകളാണ്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കുകയും രക്ഷിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോതുമ്പോൾ എന്തെങ്കിലും പിഴവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനൊക്കെ നമ്മുടെ ഈ ക്ലാസ് ഉപകരിക്കും. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ മദ്രസാപരമായ എഴുത്ത്, വായന, കുട്ടി വായന, അക്ഷരങ്ങളുടെ അറബി അക്ഷരങ്ങളുടെ ഭംഗി, മലയാളം, അറബി മലയാളം തുടങ്ങിയ വിഷയങ്ങൾ, ഖുർആൻ പാരായണം, ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ അടങ്ങിയ നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായ ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഈ ചാനലിൽ വരിക. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മുതിർന്നവർക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സുകളുള്ള മറ്റൊരു ചാനലാണ് നമ്മുടെ, അത് നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങിയ ചാനലാണ് മദ്രസ ഖുർആൻ പഠനസായി എന്നുള്ളത്. ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഈ വീഡിയോക്ക് താഴെയായിട്ട് അതിൻ്റെ ലിങ്ക് വരുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സൂറത്തുൽ ഫീൽ എപ്പോഴും ദിവസവും പാരായണം ചെയ്യണം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞത്, സൂറത്തുൽ ഫീല് സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഉണ്ടല്ലോ. സുബഹിക്ക് ശേഷമില്ല, അസറിന് ശേഷമില്ല, ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിന് മുമ്പും അല്ലേ, സുബഹിക്ക് മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്ത്. ആ സുന്നത്തിൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതൽ സുന്നത്താണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അല്ലേ. അപ്പം ഈ രണ്ട് സൂറത്ത് ഫീലും ഇഖ്ലാസും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഓതി ഒരാൾ നിസ്കരിച്ചാൽ അവൻ ആ ദിവസത്തിലെ എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകുമെന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പം അത്രയും വലിയ ദിവസവും പാരായണം ചെയ്യേണ്ട സുബഹിൻ്റെ മുമ്പുള്ള എല്ലാ സുന്നത്തും നമ്മൾ നിസ്കരിക്കേണ്ടതാണ്. എങ്കിൽ പോലും സുബഹിൻ്റെ മുമ്പുള്ള ആ വളരെ പ്രധാനപ്പെട്ട ആ പ്രഭാത സമയത്ത്, നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെയുള്ള ആ പ്രഭാത സമയത്ത് ആ ഉള്ളൊരു നിസ്കാരം അല്ലേ. തഹജ്ജുദൊക്കെ നമ്മൾ നിസ്കരിച്ചു. മറ്റുള്ള അതുപോലെ തന്നെ സുബഹിക്ക് സുബഹി വാങ്ക് കൊടുത്തു, സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു, പിന്നെയാണ് സുബഹി നിസ്കരിക്കേണ്ടത്. ഞാൻ ഒരാളെന്ത് ചെയ്തു, സുബഹി നിസ്കരിച്ചു, അതിന് ശേഷം നിസ്കരിച്ചാലും സുന്നത്ത് കുഴപ്പമില്ല. ഒരാൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ജമാഅത്ത് കിട്ടിയപ്പോൾ ജമാഅത്തിൽ കൂടി അവ സുന്നത്ത് നഷ്ടപ്പെട്ടിരുന്നു. അപ്പം എന്ത് ചെയ്യുക, ആ സുന്നത്ത് നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, സുബഹി നിസ്കരിച്ചതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കാം. സുബഹിന് ശേഷമുള്ള സുന്നത്തല്ല നിസ്കരിക്കുന്നു, സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. സൂറത്തുൽ ഫീലാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. റഹ്മാനി എന്ന് പറയുന്നത് റഹ്മാനി റഹീം. ഒന്നാമത്തെ ആയത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, നമ്മൾ തറ അല്ലേ, തറ അറ എന്നൊക്കെ പറയുന്നത് പോലെ മലയാളത്തിലുള്ള റ അല്ല. അലം തറ അ ഇ ഉ ല ലി ലു തീതു. ഇതുപോലെ തന്നെ റാറീറു എന്നല്ല, വായ നിറച്ച് ഇങ്ങോട്ട് പറയണം. റോ എന്നല്ല, റോക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ റോ എന്നല്ല. റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക. അതുപോലെ തന്നെ ലീലു എന്ന് പറഞ്ഞതുപോലെ റീ എന്ന് പറയുന്നത് റീ റു. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അതൊക്കെ മാറിപ്പോവും. റീന്നൊക്കെ ആവും അല്ലേ. സാധാരണ അതേ രൂപത്തിൽ പറയാം, റീന്ന് പറയാം. അത് പറയരുത്. സാധാരണ മലയാളത്തിലുള്ള അരി
അതുപോലെ തന്നെ അറി, ഇത് രണ്ടുമല്ല, ഇതിന്റെ ഇടയിലായിട്ട് അരി, ആ രൂപത്തിലാണ് റി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, ആ രൂപത്തിലാണ് പറയേണ്ടത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ബിഅസ്ഹാബിൽ, ബിൽ ബി കഴിഞ്ഞിട്ട് ഒരു ഹംസത്തുൽ വസ്ൽ ഉണ്ട് അല്ലേ? ആ അലിഫിന്റെ മുകളിൽ ഒരു ചിഹ്നം കണ്ടില്ലേ, അത് ഉച്ചരിക്കുകയില്ല. ബിഅസ്ഹാബിൽ ഫീൽ. രണ്ടാമത്തെ ആയത്ത് അലം യജ്അൽ കൈദഹും. അലം മീമ് പറയുമ്പോൾ ചുണ്ടു പൂട്ടണം. അലം യജ്അൽ, യജ്അൽ എന്നല്ല, യജ്അൽ. ഹൽഖ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരണ്ട്. യജ്അൽ എന്നല്ല. ഹംസ എന്ന് പറയും അത് ഏറ്റവും താഴത്തുനിന്ന്, കഴുത്തിന്റെ തൊണ്ടയുടെ ഏറ്റവും താഴത്തുനിന്ന് വരും. അതിന് കുറച്ച് മുകളിൽ അതിന്റെ മുകളിൽ നിന്നാണ് വരേണ്ടത്. ഇവിടെ അലം യജ്അൽ, അലം യജ്അൽ എന്നല്ല, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا أبابيل وأرسل عليهم ചുണ്ട് പൂട്ടിയിട്ട് വേണം അടുത്ത് പറയാൻ. وأرسل عليهم طيرا أبابيل ترميهم بحجارة. ترميحي نلهي ترميهم بحجارة من سجيل. ഷദ്ദുള്ള മീമ് നൂന് ഇതൊക്കെ എന്ത് ചെയ്യണം, മണിക്കേണ്ട സ്ഥലമാണ്. തർമീഹിം ഇവിടെ മറച്ച് പണിക്കണം. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചെറിയ കുട്ടികളാണെങ്കിൽ ഓതേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, നിയമങ്ങളൊന്നും പറയണ്ട. നന്ന ചെറിയ പിന്നെ 2ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലേ 3ാം ക്ലാസ്സിലാകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മുതിർന്ന കുട്ടികൾ ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ശബ്ദമുള്ള മീം ഒന്ന് മണിക്കണം. മിൻ സിജ്ജീൽ. ഫജഅലഹും, ഫജഅ എന്നല്ല, فجاء എന്നല്ല, فجعلهم كعصف مأكول. مأكول എന്നല്ല, مأكول എന്നല്ല, مأكول. كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل. بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل. ഇവിടൊക്കെ അവസാനം നീട്ടണം കേട്ടോ. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടായത് കൊണ്ട് അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. മദ് ആരിൽ പുതിയ മദ് അവിടെ വരും നിർത്തുമ്പോൾ. ഫീൽ, ഫീ തദ്ലീൽ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇവിടെ ലാമിന് സുക്കൂൻ ചെയ്തു, തൊട്ടുമ്പ് നീട്ടാനുണ്ട്. 4ാമത്തെ ആയത്തില് ലാമിന് സുക്കൂനിന്റെ തൊട്ടുമ്പ് യാ ഉണ്ട്. അബാബിയിൽ എന്നുള്ളത് പിന്നെ ലാമിന് സുക്കൂന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനെ തൊട്ടുമ്പ് നീട്ടാനുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നീട്ടാനുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. മനോഹരമായിട്ട് പാരായണം ചെയ്യണം. നല്ല കഴിവിന്റെ പരമാവധി ശൈലി നന്നാക്കുക. ഓത്തിന്റെ അതേ ശൈലി, നല്ലൊരു ഓത്ത് എന്ത് ചെയ്യുക, ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ഓത്തുകളൊക്കെ എന്ത് ചെയ്യുക, കേൾക്കുക. കേൾക്കുമ്പോൾ കഴിവിന്റെ പരമാവധി ഏതെങ്കിലും ക്ലാസ്സുകൾ കേൾക്കലല്ല, കഴിവിന്റെ പരമാവധി ഓത്തൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാം, പരമാവധി പിന്നെ അറിയപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഓത്ത് കേൾക്കുക.